ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നൊരു അവധി ദിവസമാണ്, അതുകൊണ്ട് തന്നെ സുൽത്താൻ രാവിലെ ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബീഫ് വലിയ പീസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളത് കൊച്ചു കൊച്ചു പീസായിട്ട് ആക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലതായിട്ട് പീസാക്കി ചെറിയ പീസാക്കി വെച്ചു. അതിന് ശേഷം നല്ലതായിട്ട് കഴുകി, ഒരുപാട് വട്ടം കഴുകണേ ബീഫ് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം തോരാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം വെള്ളം തോർന്ന് കഴിയുമ്പോൾ നമുക്കതെടുത്ത് ചട്ടിയിലിട്ട് ആദ്യം ഒന്ന് വറ്റിക്കാൻ വെക്കും. ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കത്തില്ല, ആ ഉള്ള വെള്ളത്തിൽ തന്നെ അത് ഒന്ന് വെന്ത് വറ്റി വരാൻ വേണ്ടിയിട്ട് ചട്ടിയിലോട്ട് ഇട്ടതാണ്. ഇതിനകത്തോട്ട് കറിവേപ്പിലയൊക്കെ ഇട്ടു, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ ഇതിനകത്ത് ചേർക്കും. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഇടികല്ലിലാണ് ഇവിടെ ഇടിച്ചാണ് ചേർക്കാറുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല, ഞങ്ങൾ ഇടികല്ലിൽ ഇങ്ങനെ ഇടിച്ചാണ് ചേർക്കാറുള്ളത്. ഇടികല്ലിൽ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇടിച്ച് ചേർത്തു. അതിന് ശേഷം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലതായിട്ട് പുരട്ടി ഈ ചട്ടി എന്നിട്ട് അടുപ്പത്ത് വെച്ച് നമ്മൾ കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കും. അതായത് വെള്ളം ഒന്ന് വറ്റി വരികയും വേണം, കുറച്ച് വേവുകയും ചെയ്യും. എന്നിട്ട് വേറെ സവോളയും ഒക്കെ വഴറ്റി ഇത് ചേർത്തിട്ട് ഒന്നിച്ച് വേവിക്കുകയാണ് പതിവ്. അപ്പോൾ എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അവധി ദിവസം ഉള്ളപ്പോഴാണ് ഇവിടെ ബീഫൊക്കെ വാങ്ങിക്കാറുള്ളത്. അതാകുമ്പോൾ ഒത്തിരി നേരം വേണമല്ലോ ഈ ബീഫൊക്കെ വെക്കണമെങ്കിൽ, ഒരുപാട് നേരം വേണം. അപ്പോൾ അവധി ദിവസം ആകുമ്പോൾ എല്ലാവരും കൂടി ചെയ്യാം. ഇപ്പം സുൽത്താനാണ് ഇതിനകത്ത് മെയിൻ ഷെഫ്. സുൽത്താനാണ്. ഞാനിങ്ങനെ അസിസ്റ്റൻ്റായിട്ടൊക്കെ ഈ ബീഫും ചിക്കനും ഒക്കെ വാങ്ങിക്കുമ്പോൾ ഞാനൊരു അസിസ്റ്റൻ്റാണ് കേട്ടോ. പൊടിയൊക്കെ ഇടാൻ സുൽത്താൻ വരാറുണ്ട്. അപ്പോൾ ഞാൻ കുക്കറൊക്കെ വെച്ചു. അതിന് ശേഷം അതിനകത്തോട്ട് തേങ്ങാക്കൊത്ത്, ബീഫിന് ഏറ്റവും വേണ്ടപ്പെട്ടതാണല്ലോ തേങ്ങാക്കൊത്ത്. അപ്പോൾ ഒരു മുറി തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം എണ്ണയൊക്കെ ഒഴിച്ചു അതിലേക്ക് തേങ്ങാക്കൊത്ത്, ഒരു തേങ്ങയുടെ അരമുറി തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. ബീഫിലിങ്ങനെ തേങ്ങാക്കൊത്ത് ഇങ്ങനെ കടിക്കുന്നു നല്ല രസമല്ലേ തേങ്ങാക്കൊത്ത് ഇങ്ങനെ കടിക്കാൻ. അപ്പോൾ എനിക്കിഷ്ടമാണ് ഇങ്ങനെ തേങ്ങാക്കൊത്തൊക്കെ കടിക്കുന്നത്. വേറെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വെച്ച് അതിലോട്ട് നമ്മൾ സവോളയൊക്കെ ഇട്ട്, പിന്നെ ഇതിലോട്ടും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വഴറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ബീഫ് വേവിക്കാൻ വെക്കുമ്പോൾ നമുക്ക് ആവശ്യമെങ്കിൽ കുരുമുളക് ഇടാം. കുരുമുളകും കൂടി ഇട്ടാണ് വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് എല്ലാം നല്ലതായിട്ട് ബ്രൗൺ നിറം ആകുന്നിടം വരെ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഗരം മസാലയുടെ കൂട്ടുണ്ടല്ലോ, പെരുംജീരകമൊക്കെ, അത് നമ്മൾ ഇടിച്ച് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ, സവാളയൊക്കെ വഴണ്ട് വന്നപ്പോൾ. അപ്പോൾ അതിലോട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്താണല്ലോ നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ചത്. അപ്പം മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പച്ചമണം മാറുന്നത് വരെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. മല്ലിപ്പൊടി ഇട്ടു. ഇനി അടുത്തത് മുളക് പൊടി. നമ്മുടെ എരിക്ക് ആവശ്യമുള്ള കൂട്ട് മുളക് പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ലതായിട്ട് ഇളക്കി പച്ചമണം മാറുമ്പോൾ നമ്മുടെ ഈ പറ്റിച്ച് വെച്ചിട്ടില്ലേ ബീഫ്, ആ പറ്റിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ചേർത്ത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. നല്ലതായിട്ട് യോജിക്കണം. ആ ബീഫും ഈ അരപ്പും എല്ലാം കൂടെ നല്ലതായിട്ട് യോജിച്ചതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് നല്ലതായിട്ട് അരപ്പെല്ലാം ഈ ബീഫിൽ നല്ലതായിട്ട് യോജിക്കണം. ബീഫിന് നമ്മൾ ഉപ്പിട്ട് ചേർത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് വെള്ളം കൂടി ചേർത്തിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കുറച്ച് നമ്മൾ സവോള വഴലാനും കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കി ആവശ്യം ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് നല്ലതായിട്ട് കുക്കർ അടച്ച് വെച്ച് നമുക്കൊരു നല്ല നമ്മുടെ വേവിനനുസരിച്ച് വിസിൽ വരുന്നിടം വരെ അടച്ച് വെച്ച് വേവിക്കും. അപ്പോൾ നമ്മൾ അടച്ച് വെക്കുന്നതിന് മുന്നേ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ കറിവേപ്പിലയ്ക്ക് ചിലവാണ്. കറിവേപ്പില കൂടുതൽ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് നല്ലതായിട്ട് അടച്ച് വെച്ച് എൻ്റെ കുക്കർ ഇപ്പോൾ വിസിലൊക്കെ വന്നു. അപ്പോൾ നമുക്കിനി തുറന്ന് നോക്കാം. നല്ല പറയാതിരിക്കാൻ വയ്യല്ലോ, നല്ല ബീഫായിരുന്നു കേട്ടോ. നല്ല ബീഫ് സുൽത്താന നല്ല ബീഫ് നല്ലതായിട്ട് വെക്കും. അപ്പോൾ നല്ല ബീഫായിരുന്നു. നല്ല തിളച്ച് വരുന്ന തിളച്ച് ഇവിടെ ആണെങ്കിൽ സുൽത്താനൊക്കെ ആണെങ്കിൽ ചൂടോടെ ചോറുണ്ണണം. ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ചൂടോടാണ് ചോറുണ്ണുന്നത്.
അപ്പോൾ ചോറിനാൻ വേണ്ടിയിട്ട് ആദ്യം പോയി ഇവിടെ സ്പെഷ്യൽ ചിക്കൻ ബീഫ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ഇല വെട്ടിയാണ് ചോറുണ്ണുന്നത്. അപ്പോൾ ഇലയൊക്കെ വെട്ടി നല്ല ബീഫായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ, നല്ല ബീഫായിരുന്നു. നല്ല ബീഫൊക്കെ കൂട്ടി നല്ലതായിട്ട് ചോറുണ്ട്. ഇലയൊക്കെ വെട്ടി ഇലയിലെല്ലാം കൂട്ടാനും വിളമ്പി കേട്ടോ. ഉള്ളിയും ഒക്കെ അരിഞ്ഞ് സലാഡൊക്കെ ഉണ്ടാക്കി എന്നിട്ട് നല്ലോണം ചോറെല്ലാവരും കഴിച്ചു. പിള്ളേരെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.